Hi all, welcome back to your spoken English class. നമ്മൾ നേരത്തെ ഒരു ക്ലാസ്സിൽ നൗൺസ്, അതായത് നാമപദങ്ങളെയൊക്കെ എങ്ങനെ വിശേഷിപ്പിക്കുക എന്നുള്ളത് പഠിച്ചു, ഓർക്കണ്ട? അപ്പൊ നമ്മൾ വെർബുകളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. വെർബ് എന്ന് പറയുമ്പോഴേക്കും എന്താണ്? ക്രിയകൾ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് എക്സാമ്പിൾസ് ഒന്ന് പറഞ്ഞേ. ഓക്കെ, ചെയ്യുക, ഡു, എഴുതുക, റൈറ്റ്, ഓടുക, റൺ, അങ്ങനെയുള്ള വെർബുകൾ അല്ലെ. അപ്പൊ ഈ വെർബുകളെയൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം. ഏത് രീതിയിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, ഏത് രീതിയിൽ, മാനറിൽ അത് ഫോക്കസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് നമ്മൾ പഠിക്കും. അതിനെയൊക്കെ നമ്മൾ ആഡ്വേർബ്സ് എന്ന് പറയും അല്ലെ. അപ്പൊ നമുക്ക് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ അതാണ് നോക്കുന്നത്, എങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാം, എങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നു എന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ റൺ എന്ന് പറയുന്ന ഒരു വാക്ക്, ആ റണ്ണിനെ നമുക്ക് എങ്ങനെ വിശേഷിപ്പിക്കാം? നമ്മൾ ഓടുന്നു. എങ്ങനെ ഓടും? വി ക്യാൻ റൺ ഫാസ്റ്റ്ലി അല്ലെ, വേഗത്തിൽ ഓടാം. അപ്പൊ വേഗത്തിൽ ഓടുക, റൺ ഫാസ്റ്റ്ലി. പതുക്കെ ഓടാം, അപ്പൊ റൺ സ്ലോലി. വേഗത്തിൽ ഓടുന്നതിന് വേറൊരു വാക്ക് പറയും, സ്പീഡിലി. സ്പീഡിൽ ഓടുന്നതിന് റൺ സ്പീഡിലി. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഓരോ വാക്കുകൾ വിശേഷിപ്പിക്കാം. അതുപോലെ എഴുതുക, റൈറ്റ്, എഴുതുന്നു. എങ്ങനെ എഴുതാം നമുക്ക്? ഏത് മാനറിൽ എഴുതാം? ക്യാൻ റൈറ്റ് നീറ്റ്ലി. അപ്പൊ സുനിത റൈറ്റ്സ് നീറ്റ്ലി. സുനിത നന്നായി, വൃത്തിയായി എഴുതുന്നു. അല്ലെങ്കിൽ രാജു റൈറ്റ്സ് ഫാസ്റ്റ്ലി. രാജു നല്ല വേഗത്തിൽ എഴുതുന്നു. ഇനി നല്ല വായിക്കാൻ പറ്റിയ രീതിയിൽ എഴുതുന്നതിന് നമ്മൾ പറയും റിയ റൈറ്റ്സ് ലെജിബ്ലി അല്ലെ. ലെജിബ്ലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? വായിക്കാൻ പറ്റുന്ന രീതിയിൽ. ചിലർ എഴുതുമ്പോൾ നമുക്ക് വായിക്കാൻ പറ്റില്ല, അപ്പൊ അങ്ങനെ പറയും ഇല്ലെജിബിളി എന്ന് പറയും. ഷീ റൈറ്റ്സ് ഇല്ലെജിബിളി എന്ന് വെച്ചാൽ അവള് എഴുതുന്നത് വായിക്കാൻ പറ്റാത്ത രീതിയിലാണ്. അപ്പൊ മാനർ. ഇനി ഒരു പാട്ട് പാടുന്നു, അപ്പൊ ഷീ സിങ്സ്. അവൾ എങ്ങനെ പാടുന്നു? ഷീ സിങ്സ് സ്വീറ്റ്ലി. അവൾ മധുരമായി പാടുന്നു. അവൾ നന്നായി നൃത്തം ചെയ്യുന്നു, നല്ല ഭംഗിയായിട്ട് നൃത്തം ചെയ്യുന്നു. അപ്പൊ നമുക്ക് പറയാം ഷീ ഡാൻസസ് ഗ്രേസ്ഫുള്ളി. കാണുമ്പോ തന്നെ നല്ല ഐശ്വര്യമാണ് അല്ലെ. അപ്പൊ ഷീ ഡാൻസസ് ഗ്രേസ്ഫുള്ളി. ഓക്കെ, ഭക്ഷണം നന്നായിട്ട് രുചികരമായിട്ട് പാചകം ചെയ്യുന്നു. അപ്പൊ എങ്ങനെ പറയാം? ഷീ കുക്സ് ടേസ്റ്റ്ലി. അവൾ നന്നായിട്ട് ടേസ്റ്റോടുകൂടി കുക്ക് ചെയ്യുന്നു, നല്ല വിശ്വസ്തയോടെ ജീവിക്കുന്നു. അപ്പൊ ഷീ ലിവ്സ് ഫെയ്ത്ത്ഫുള്ളി. കണ്ട, അപ്പൊ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും നമുക്ക് ഇതുപോലെ വിശേഷണങ്ങൾ കൊടുത്ത് പറയാം. നമുക്ക് സാധാരണ പോലെ ഷീ ലിവ്സ് എന്ന് പറയാം, പക്ഷെ ഷീ ലിവ്സ് ഫെയ്ത്ത്ഫുള്ളി, ഗോസ് ഫാസ്റ്റ്ലി, ഷീ കംസ് ഹാപ്പിലി. അവൾ സന്തോഷത്തോടു കൂടി വരുന്നു. അല്ലെങ്കിൽ ഷീ ക്രൈസ് സാഡ്ലി. അവൾ സങ്കടത്തോടുകൂടി കരയുന്നു. കണ്ടോ? ഇപ്പൊ ഇതുപോലെയുള്ള വാക്കുകൾ, ഇതിനെ നമ്മൾ അഡ്വേർബ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലെ മാനറിനെ കാണിക്കുന്ന രീതിയിലുള്ള അഡ്വേർബ്സ് ആണ് ഇതൊക്കെ. അതുപോലെ ഈ മാനറിനെ കാണിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴേക്കും അത് ടൈമുമായിട്ട് ബന്ധപ്പെടുത്തിയും പറയാം. അപ്പൊ നമ്മൾ പറയും ആ ടൈമുമായിട്ട് ബന്ധപ്പെടുത്തിയ വിശേഷണങ്ങളാണെന്ന് പറയാം. അപ്പൊ അഡ്വേർബ്സ് ഓഫ് ടൈം എന്നാണ് അതിനെ പറയുന്നത്. നമ്മൾ ആദ്യം കണ്ടത് അഡ്വേർബ്സ് ഓഫ് മാനറിനെ കാണിക്കുന്ന രീതിയിലുള്ള അഡ്വേർബ്സ് ആണ്. അത് ഏതൊക്കെയാണ്? ഇപ്പൊ ഹാപ്പിലി, ക്വിക്ക്ലി, ടേസ്റ്റ്ലി, ഗ്രേസ്ഫുള്ളി, ബ്യൂട്ടിഫുള്ളി, നീറ്റ്ലി. ഇതെല്ലാം മാനറിനെ കാണിക്കുന്ന രീതി, ചെയ്യുന്ന രീതിയെ കാണിക്കുന്ന. ഇനി അടുത്ത് നമുക്ക് ടൈമിനെ കാണിക്കുന്നത് എങ്ങനെ വരും? ടൈമിനെയൊക്കെ കാണിക്കുമ്പോഴേക്കും അതിപ്പോ നമുക്ക് പറയാം, ഇപ്പൊ എഴുതുന്ന കാര്യമാണ്. അപ്പൊ ഷീ റൈറ്റ്സ് ബ്യൂട്ടിഫുള്ളി എന്ന് പറയുമ്പോഴേക്കും അത് നമ്മളൊരു മാനറാണ്. ഇനി ഇത് ടൈമുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് എഴുതുന്ന കാര്യം പറയുന്നെങ്കിൽ നമുക്ക് പറയാം ഷീ റൈറ്റ്സ് ടുഡേ. അവള് ഇന്ന് എഴുതുന്നു. അപ്പൊ ഇന്ന് എന്ന് പറയുന്ന ആ ഒരു പദമാണ് ഈ നമ്മുടെ പ്രവൃത്തിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. കണ്ട? അല്ലെങ്കിൽ ഷീ വിൽ ഗോ ദർ ടുമോറോ. അവൾ നാളെ അവിടെ പോകും. അപ്പൊ അവിടെ എന്താ നമുക്ക് പറയുന്നത്? അപ്പൊ ടൈമാണ് അവിടെ കാണുന്നത്. അല്ലെങ്കിൽ ഹി വിൽ കം നെക്സ്റ്റ് ഇയർ. അവൻ അടുത്ത വർഷം വരും. അപ്പൊ വരുക എന്ന് പറയുന്ന ആ ഒരു വാക്കിനെ വിശേഷിപ്പിച്ചിരിക്കുന്നതാണ് നെക്സ്റ്റ് ഇയർ കൊണ്ട്. അപ്പൊ അതിനെയൊക്കെ നമ്മൾ പറയും അഡ്വർബ് ഓഫ് ടൈം. ഹി വർക്ക്സ് ടുഡേ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഹി വർക്ക്സ് വെൻ എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ആൻസർ കിട്ടും അല്ലെ, ടുഡേ എന്ന് പറയുന്ന. അപ്പൊ ആ വെൻ എന്ന് ചോദിക്കുന്ന ആ ചോദ്യത്തിന് നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് അതിലെ അഡ്വർബ്. അതിലെ ക്രിയയെ വിശേഷിപ്പിച്ചിരിക്കുന്ന വാക്ക്.
ഓക്കെ, അപ്പൊ നമ്മൾ ഹി കംസ് ടുഡേ എന്ന് പറയുമ്പോഴേക്കും അതിൽ വെൻ എന്ന് ചോദിച്ചു കഴിയുമ്പോഴേക്കും നമുക്ക് ടുഡേ എന്ന് പറയുന്ന ഒരു ആൻസർ കിട്ടി. അപ്പൊ ടുഡേ നമ്മൾ ആഡ്വർബ് എന്ന് പറയും അല്ലെ. ഹി വിൽ കം ലേറ്റർ, അവൻ പിന്നീട് വരും. നമ്മൾ ചോദിക്കണേ വെൻ ഡസ് ഹി കം, എപ്പോ വരും. അതെ, വെൻ എന്ന് പറയുന്ന ആ ഒരു ക്വസ്റ്റ്യൻ വേർഡ് അവിടെ ചോദിച്ചു കഴിയുമ്പോഴേക്കും നമുക്ക് അവിടെ നിന്ന് ഒരു ആൻസർ കിട്ടും. എന്താണ്? ലേറ്റർ, പിന്നീട്. കണ്ടോ? അപ്പൊ ഇതാണ് ഈ സെന്റൻസിലെ ആഡ്വർബ്. ആദ്യത്തെ രീതിയിൽ നമ്മൾ ചോദിച്ചപ്പോൾ അതിലെ മാനർ ആണ്. അപ്പൊ മാനർ കാണാനായിട്ട് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഹൗ അല്ലെ, ഈ എന്താണ് ഹി റൈറ്റ്സ് ഫാസ്റ്റ്ലി. അപ്പൊ അവൻ എങ്ങനെ എഴുതുന്നു? ഹൗ ഡസ് ഹി റൈറ്റ്? അപ്പൊ ഹി റൈറ്റ്സ് ഫാസ്റ്റ്ലി. അപ്പൊ ഫാസ്റ്റ്ലി എന്ന് പറയുന്ന ഒരു ആൻസർ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ മാനർ കണ്ടുപിടിക്കാൻ നമ്മൾ ഹൗ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വേർഡ് ചോദിച്ചു നോക്കണം. അല്ലെങ്കിൽ നമ്മൾ വെൻ എന്ന് ചോദിക്കുമ്പോഴേക്കും നമുക്ക് ഒരു ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ അത് ടൈമിനെ കാണിക്കുന്നതാണ്. ഈ ടൈമിനെ കാണിക്കുന്ന ഒരു അഡ്വർബ് ആണ് കിട്ടുന്നത്. അതുപോലെ ടൈമിനെ കാണിക്കുന്ന ഒത്തിരി അഡ്വർബുകൾ ഉണ്ട്, അറിയാമോ? ഏതൊക്കെയാണ്? ഇപ്പൊ നമ്മൾ കണ്ട ടുഡേ, ടുമോറോ, യെസ്റ്റർഡേ, ലേറ്റർ, സൂണർ, നെക്സ്റ്റ് വീക്ക്, കമ്മിങ് വീക്ക്, സംടൈംസ്, ഓൾ ഡേ, എവറി ഡേ. ഇങ്ങനെ എല്ലാ പദങ്ങളും ഇതുപോലെയൊക്കെ ടൈമുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പദങ്ങളെല്ലാം നമുക്ക് ആഡ്വർബ്സ് ഓഫ് ടൈമിനെ കാണിക്കുന്ന ആഡ്വർബുകളാണെന്ന് പറയാം. ഇനി അടുത്ത് വരുന്ന രീതിയിലുള്ള ഒരു ക്രിയാവിശേഷണങ്ങളാണ് ഏതാണ്? അത് സ്ഥലത്തെ കാണിക്കുന്നതാണ്. അപ്പൊ അതിനെ നമ്മൾ പറയും ആഡ്വർബ്സ് ഓഫ് പ്ലേസ് എന്ന് പറയും. സമയത്തിനെ കാണിക്കുന്നത് നമ്മൾ കണ്ടു, അതുപോലെ സ്ഥലത്തിനെ കാണിക്കുന്നത്. ഇപ്പൊ ഞാൻ ഇപ്പൊ പറയാണ് ഐ ഗോ ടു ദ സ്റ്റേഡിയം, ഞാൻ സ്റ്റേഡിയത്തിലേക്ക് പോകുന്നു. അപ്പൊ ഐ ഗോ എന്ന് പറയുന്ന പദത്തിനെ നമ്മൾ ഏതാണ്? ഒരു സ്ഥലം കൊണ്ട് വിശേഷിപ്പിച്ചിട്ടുണ്ട്. എവിടേക്കാണ് പോകുന്നത് ഞാൻ? സ്റ്റേഡിയം. അപ്പൊ ഇങ്ങനെയുള്ള സെന്റൻസുകൾ നമ്മൾ വേർ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ വേർഡ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഏത് അഡ്വർബ് ആണെന്നുള്ളത് കിട്ടും. ഐ ഗോ ടു ദ സ്റ്റേഡിയം. വേർ ഡു ഐ ഗോ? വേർ. അപ്പൊ കിട്ടി നമുക്ക് സ്റ്റേഡിയം. അതുപോലെ അല്ലെങ്കിൽ ഷീ ഗോസ് ഡൗൺ സ്റ്റേഴ്സ്, അവൾ താഴേക്ക് പോകുന്നു. അപ്പൊ വേർ ഡസ് ഷീ ഗോ? അവൾ എവിടെ പോകുന്നു? താഴേക്ക്. അപ്പൊ ഡൗൺ സ്റ്റേഴ്സ്. അപ്പൊ ഡൗൺ സ്റ്റെയർ എന്ന് പറയുന്ന ആ ഒരു പദം അതാണ് ഇവിടുത്തെ അഡ്വർബ്. ഗോഡ് ഈസ് എവ്രിവെയർ, ദൈവം എല്ലായിടത്തും ഉണ്ട് അല്ലെ. അപ്പൊ വേർ ഇസ് ഗോഡ്? വേർ ഇസ് ഗോഡ്? വേർ എന്ന് പറയുന്ന ചോദ്യം ചോദിച്ചു. അപ്പൊ നമുക്ക് കിട്ടും എവ്രിവെയർ, എല്ലായിടത്തും ഉണ്ട്. അപ്പൊ വേറൊരെണ്ണം പറയുന്നത് ഷീ ഗോസ് അറൗണ്ട്, അവള് എല്ലായിടത്തും ചുറ്റിക്കറങ്ങി നടക്കുന്നു. ഷീ ഗോസ് അറൗണ്ട്, അവള് ചുറ്റും നടക്കുന്നു. അപ്പൊ നമുക്ക് പറയാം വേർ ഡസ് ഷീ ഗോ? ഷീ ഗോസ് അറൗണ്ട്. അപ്പൊ അറൗണ്ട് എന്ന് പറയുന്ന പദം ഇതിലെ അഡ്വർബാണ്. അതുപോലെ അപ്പ്, ഐ ഗോ അപ്പ്, ഞാൻ മുകളിലേക്ക് പോകുന്നു. അപ്പൊ വേർ ഡു ഐ ഗോ? ഐ ഗോ അപ്പ്. അപ്പൊ അപ്പ് എന്ന് പറയുന്ന ആ ഒരു വാക്ക് ഇതിലെ അഡ്വർബാണ്. സ്ഥലത്തെ കാണിക്കുന്ന അഡ്വർബുകൾ നമുക്ക് നോക്കിയാലോ, ഏതൊക്കെയായിരിക്കും? ഡൗൺ, അപ്പ്, എവ്രിവെയർ, സംവെയർ, എനിവെയർ, ഹിയർ, ദേർ, അറൗണ്ട്, നിയർ, ഫാർ. അപ്പൊ ഈ രീതിയിലുള്ള വേർഡ്സുകളൊക്കെ വരുന്നത് നമുക്ക് അഡ്വർബ് ഓഫ് പ്ലേസിനെ കാണിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി നമ്മുടെ സംഭാഷണങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ക്രിയകളിൽ ഇതുപോലെയൊക്കെയുള്ള പദങ്ങളൊക്കെ ചേർത്ത് ഉപയോഗിക്കുമ്പോഴേക്കും നമ്മുടെ സംസാരം കൂടുതൽ റിച്ച് ആകും. അപ്പൊ ഇത് സംസാരത്തിൽ കൂടുതലായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇതിന് ശേഷമുള്ള വർക്കൊക്കെ ചെയ്യണം. അപ്പൊ ഇനി നമുക്ക് വർക്കിലേക്ക് കടക്കാം.
അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞു. ഈ അഡ്വർബുകളെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ഇനിയും പഠിക്കും. ഇപ്പോൾ തൽക്കാലം നമ്മൾ അഡ്വർബ് ഓഫ് പ്ലേസ്, അഡ്വർബ് ഓഫ് മാനർ, അഡ്വർബ് ഓഫ് ടൈം, ഇത് മൂന്നുമാണ് പഠിച്ചിരിക്കുന്നത്. അത് നന്നായിട്ട് കൂടുതൽ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.